അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തുടങ്ങല്ലേ? ശരിയാ. നമ്മൾ 13th ചാപ്റ്റർ ആണല്ലോ എടുത്തത്. അതില് പാർട്ട് ബി കഴിഞ്ഞ് ഇനി പാർട്ട് സി ആണ്. പാർട്ട് ബിയിൽ എന്തെങ്കിലും പഠിച്ചത്? പാർട്ട് സ്ത്രീലിംഗ ബിയില് ബഹുവചനം. സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ രൂപങ്ങൾ പഠിച്ച്. അതായത് ഹിയ അവൾ എന്നതിന്റെ ബഹുവചനം എന്താണ്? കുന്ന. അത് പഠിച്ച്. പിന്നെ ഹാദക്കും ഹാദ എന്നതിനും ഹാദിഹി എന്നതിനും ഒറ്റ ബഹുവചനമുള്ള അതെന്താണ്? ഹഉലാഇ. ഹഉലാഇ. പിന്നെ ദഹബ എന്നതിന്റെ ബഹുവചനം എന്താണ്? ദഹബു. ദഹബു. അപ്പൊ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് എന്താ പറയാ? അതിന്റെ സ്ത്രീലിംഗം എന്താ വരാ? ദഹബത്ത്. അതിന്റെ സ്ത്രീലിംഗം എന്താ വരാ? ദഹബത്ത്. ദഹബ്. ദഹബത്ത്. ദഹബത്ത് എന്നതിന്റെ സ്ത്രീലിംഗം അല്ല ബഹുവചനം? ദഹബ്ന. 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 അത് മാത്രം അത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ ചില സ്ത്രീലിംഗ നാമത്തിന് ഒരു മുഫ്രദിനെ ബഹുവചനമാക്കണം. അതായത് സ്ത്രീലിംഗ മുഫ്രദിനെ സിംഗുലറിന് ഒരു ബഹുവചനം ആക്കണമെങ്കിൽ എന്ത് തൊട്ടാൽ മതി? അവസാനം അലിഫ് ത. ഇപ്പൊ മുസ്ലിമത്തിനാണെങ്കിൽ അവസാനം അലിഫ് താ ചേർത്തിട്ട് ആ രൂപത്തിൽ ഒരു മാറ്റവും വരാതെ എന്റെ അവസാനം അത് അലിഫ് താ അത് ബഹുവചനമാക്കാം. മുസ്ലിമാത്തുൻ, മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ, മുഅ്മിനത്തുൻ, മുഅ്മിനാത്തുൻ. അതാണ് സാധാരണ ജമ. പിന്നെ നമ്മൾ ബ്രോക്കൺ പ്ലൂറൽസിന്റെ രൂപം എങ്ങനെയാണ്? അതിന് സാധാരണ സിംഗുലറിന്റെ രൂപം പൊട്ടിച്ച് മാറ്റിയിട്ടാണ് അതിന്റെ പ്ലൂറൽസ് ഉണ്ടാവുക. ഇപ്പൊ ബിന്തുൻ ജമ ബനാത്തുൻ, ഒഖ്തുൻ ജമ അഖ്വാത്തുൻ, ഫതാത്തുൻ ജമ ഫതിയാത്തുൻ. ഇങ്ങനെ ആ രൂപത്തിൽ നിന്ന് മാറിയിട്ടാണ് എന്ത് ചെയ്യുക? പൊട്ടിയിട്ട് വേറൊരു രൂപമാണ് എന്ത് ചെയ്യുന്നത്? ബഹുവചനത്തിൽ ഉണ്ടാവുന്നത്. ഇനി 13th ചാപ്റ്ററിന്റെ പാർട്ട് സി. ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഹാദക്കും ഹാദിഹിക്കും എന്താണ് ഒരു പ്ലൂറൽ ആണ് പറഞ്ഞത്. അത് ഹഉലായി. ഇനി ദാലിക തിൽക. ഹഉലായി എന്നുള്ളത് അടുത്തുള്ളതിനെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടർ, അതായത് ഈ കൂട്ടർ അടുത്തുള്ള സാധനത്തിനെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൗലായി ഉപയോഗിക്കുന്നത്. ഹാദയും ഹാദിയും ഹൗലായി ഒക്കെ. ഇനി ദാലിക തിൽക. ദാലിക തിൽക എന്താണ്? ദൂരമുള്ളതിന് ഒരു സാധനത്തിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ബഹുവചനം പ്ലൂറല് ഒറ്റ രൂപമുള്ളൂ, ഉലായിക്ക. എന്ത്? ഉലായിക്ക. അപ്പൊ നമുക്ക് കാണാം ഇവിടെ നോക്കി ഉലായിക്ക എന്ന് എഴുതുമ്പോ ഈ ഊലായിക്ക ഹംസ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഒരു വാവ് ഉണ്ടാവും. അത് പ്രൊനൗൺസ് ചെയ്യരുത്. അത് എന്ത് ചെയ്യരുത്? ഉച്ചരിക്കരുത്. ഉലായിക്ക എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അവിടെ വാവ് ഉണ്ടെങ്കിലും എഴുതുമ്പോ മാത്രമാണ് അങ്ങനെ. അത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂല. ഉലായിക്ക എന്നാണ് പറയേണ്ടത്. ഉലായിക്ക. തുടങ്ങല്ലേ? ശ്രദ്ധിച്ചോളിയാ. ഹാഉലായി ഇഹ്വതി. ഹാഉലായി ഇഹ്വതി പറഞ്ഞ എന്താണ്? ദീസ് ആർ മൈ സിസ്റ്റേഴ്സ്. ഈ കൂട്ടർ എന്താണ്? ഇവർ എന്റെ സഹോദരിമാരാണ്. ഹാഉലായി പറഞ്ഞ ഈ കൂട്ടർ, ഇവർ ഇഹ്വതി എന്റെ സഹോദരിമാരാണ്. വ ഉലായിക അസ്ദിഖായി ആൻഡ് ദോസ് ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അതെന്താണ്? വ ഉലായിക അവര്, അക്കൂട്ടർ. അതായത് ദൂരമുള്ള സാധനത്തിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉലായിക്ക എന്ന് ഉപയോഗിക്കുന്നത്. അക്കൂട്ടർ അസ്ദിഖായി എന്റെ കൂട്ടുകാരാണ്. കൂട്ടുകാർ ആണ് അസ്ദിഖായി. ആൻഡ് ദോസ് ആർ മൈ ഫ്രണ്ട്സ്. അടുത്തത് മൻ ഉലായിക്ക റിജാലു തിവാലു. മൻ ഉലായിക്ക അക്കൂട്ടർ ആരാണ്? റിജാലു തിവാലു പൊക്കമുള്ള പുരുഷന്മാർ ആരാണ്? പൊക്കമുള്ള. മൻ ഉലായിക്ക അക്കൂട്ടർ ആരാണ്? റിജാലു പുരുഷന്മാർ, തിവാലു പൊക്കമുള്ള ആ പുരുഷന്മാർ ആരാണ്? അപ്പൊ എന്താണ്?
ഹും അത്തിബാഉ മിൻ അംരിക്ക. ഹും അവർ, അത്തിബാഉ ഡോക്ടേഴ്സ് ആണ്. അത്തിബാഉ എന്നുള്ളതിന് തെൻവീൻ ഇട്ട് വായിക്കരുത്. തെൻവീന് കളയപ്പെട്ടതാണ് ഇവിടെ. ഇവിടെ തെൻവീന് ഇടാൻ പറ്റൂല. തൊബീബുൻ ജമ്മ അത്തിബാഉൻ. ഹും അത്തിബാഉ അവർ എന്താണ്? ഡോക്ടേഴ്സ് ആണ്. മിൻ അംരിക്ക അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ആണ് അവർ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ റിജാൽ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഹുംന്ന് വന്നത്. ഒരു മസ്കുലിൻ പുല്ലിംഗം ആയതുകൊണ്ടാണ് എന്ത് ഇവിടെ ഹുംന്ന് വന്നത്. അവിടെ സ്ത്രീലിംഗ ഉള്ളതിന്റെ രൂപമാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. മൻ ഉലായിക നിസാഉ. ആ സ്ത്രീകൾ ആരാണ്? മൻ ഉലായിക അക്കൂട്ടർ ആരാണ്? അൻ നിസാഉ സ്ത്രീകൾ. ആ സ്ത്രീകൾ ആരാണ്? നിസാഉൻ പറഞ്ഞ നിസാഉൻ. അൻ നിസാഉ സ്ത്രീകൾ. അവരാരാണ്? ഹുന്ന ഉമ്മഹാത്തു തോലിബാത്തി. ഹും ഉമ്മഹാത്തു തോലിബാത്തി. അല്ല സോറി, ഹുന്ന ഉമ്മഹാത്തു തോലിബാത്തി. ഹുന്ന അവരാണ് ആര്? ഉമ്മഹാത്തു ഉമ്മമാര്. ഉമ്മുൻ ജമ്മാണ് ഉമ്മഹാത്തുൻ. ഓക്കെ, ഉമ്മ എന്നതിന്റെ ബഹുവചനാണ് ഉമ്മഹാത്തുൻ, മദേഴ്സ് ഉമ്മമാർ. അത്തോലിബാത്തി വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ് അവർ. അപ്പൊ ഇവിടെ നിസാ സ്ത്രീലിംഗ ആയതുകൊണ്ട് ആ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനാണ് എന്ത്? ഹുന്ന. ഹിയ എന്നതിന്റെ ബഹുവചനാണ് എന്ത്? ഹുന്ന. അപ്പൊ ഇവിടെ നിസാ സ്ത്രീകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത്? ഹുന്ന ഉമ്മഹാത്തു തോലിബാത്തി. അവരാരാണ്? വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ് അവർ. ഇനി അടുത്തത് ഉമ്മും ചെമ്മ ഉമ്മഹാത്തുൻ. അപ്പൊ ഇവിടെ ഇലാഫത്താട്ടോ, വിദ്യാർത്ഥിനികളുടെ ഉമ്മമാർ. അപ്പൊ ഇവിടെ തെൻവീനിട്ട് വായിക്കാൻ പറ്റൂല. ഹുന്ന ഉമ്മഹാത്തു തോലിബാത്തി. തോലിബത്തും ചെമ്മ തോലിബാത്തുൻ. അടുത്തത് ആബാ തുല്ലാബി. ആബ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആബ എന്ന് പറഞ്ഞാല് ആരും കേൾക്കുന്നില്ല, ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വാപ്പമാരെന്നാണോ? പാപ്പമാരാണോ? ആബ, ഉപ്പമാര്. അപ്പൊ അബുൻ എന്നതിന്റെ ജമാണ് ബഹുവചനാണ് ആബാ. അബുൻ ജമ്മ് ആബാ. ആബാ തുല്ലാബി വിദ്യാർത്ഥിനി അല്ല സോറി വിദ്യാർത്ഥികളുടെ ഉപ്പമാർ ഇന്ദൽ മുദീരി ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ്. ഇന്ദൽ മുദീരി ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ്. അടുത്തത് ഉലായിക്കൻ നിസാഉ ഹാലാത്തുക്കി യാ മറിയമു. ഉലായിക്ക അക്കൂട്ടർ ആണ്. അന്നിസാ ആ സ്ത്രീകൾ ആണോ? ഹാലാത്തുക എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാലാത്തുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേനോ? ഹാലത്ത് ഉമ്മയുടെ ജമാണ് ഹാലാത്ത്. ആ ഉമ്മയുടെ ഉമ്മയുടെ സഹോദരിമാർക്ക് സഹോദരിമാർ. പറയണതാണ് ഉമ്മയുടെ സഹോദരിമാർക്ക് പറയണതാണ് ഹാലത്ത്. അപ്പൊ ഇവിടെ ജമാണ്, ബഹുവചനാണ്. ഹാലത്തുൻ ജമ്മ് ഹാലാത്തുൻ, ഉമ്മയുടെ സഹോദരിമാർ. അപ്പൊ ഉലായിക്ക നിസാ ഹാലാത്തുക്കി യാ മറിയമു. മറിയമേ, ആ സ്ത്രീകൾ നിന്റെ ഉമ്മയുടെ സഹോദരിമാർ ആണോ? അപ്പൊ എന്താണ്? ഹാലത്തുൻ ജമ്മ് ഹാലാത്ത് ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? ലാ, നോ, അല്ല. പുന്ന അമ്മാത്തി അവർ ആരാണ്? എന്റെ അമ്മത്തുൻ ജമ്മ് അമ്മാത്തുൻ. അമ്മാത്തുൻ പറഞ്ഞാൽ ആരാണ്? വാപ്പയുടെ സഹോദരി. ബാപ്പയുടെ സഹോദരിമാർക്ക് പറയുന്നതാണ് അമ്മത്ത്. അപ്പൊ എന്താണ്? ലാ പുന്ന അമ്മാത്തി അവരാരാണ്? എന്റെ ഉപ്പയുടെ സഹോദരിമാരാണ്. They are my father's sisters. അവർ എന്റെ ഉപ്പയുടെ സഹോദരിമാർ ആണ്. ഇവർ ആരാണ്? ഇവർ ഡോക്ടേഴ്സ് ആണ്. ഹാവുലായി പറഞ്ഞ അടുത്തുള്ള ഇതിനെ ചൂണ്ടിക്കാണിക്കാനാണ്. അപ്പം ഹാവുലായി അത്തിബാവു ഇവർ ആരാണ്? ഡോക്ടേഴ്സ് ആണ്. ഉലായിക മുഹന്ദിസൂന അക്കൂട്ടർ അവർ ആരാണ്? അക്കൂട്ടർ ആരാണ്? മുഹന്ദിസൂന എഞ്ചിനീയേഴ്സ് ആണ്. മുഹന്ദിസുൻ ചെമ്മ മുഹന്ദിസൂന. അത്തൊബീബുൻ ചെമ്മ അത്തിബാവു. അടുത്തത് ഹാവുലായി റിജാലു ഫുഖറാഉ. ഹാവുലായി റിജാലു ഈ പുരുഷന്മാർ ആരാണ്? ഈ പുരുഷന്മാരാണ് ഫുഖറാഉ ദരിദ്രരാണ്. ഉലായിക അക്കൂട്ടരാരാണ്? ധനികരാണ്.
അപ്പൊ ഫുക്കറാവു അഇനിയാവു അത്തിബാവു ഇതിന്റെ ഒക്കെ ബഹുവചനത്തിന്റെ രൂപത്തിൽ തെൻവീൻ ഉണ്ടാവൂല. അപ്പൊ റിജാലു ഈ പുരുഷന്മാരാരാണ്? ഫുക്കറാവു ദരിദ്രരും, വ ഉലായിക്ക അഇനിയാവു അക്കൂട്ടര് ധനികരുമാണ്. അഇനിയാവു അനിയും ജമ്മ അഇനിയാവു ധനികരാണ്. ഉലായിക്ക തുല്ലാബു ഈ അല്ല ആ വിദ്യാർത്ഥികൾ ആരാണ്? ലിആഫുൻ. ലിആഫിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? ലിആഫുൻ മുമ്പ് പഠിച്ചതാണ്, ഇതിന്റെ സിംഗുലർ പഠിച്ചതാണ് മുമ്പ്. ലിആഫുൻ. ലൊഈഫുൻ ജമ്മാണ് ലിആഫുൻ. ലൊഈഫ് പറഞ്ഞ എന്താണ്? ദുർബലൻ. ദുർബലൻ. അതിന്റെ ബഹുവചനാണ് എന്ത്? ലിആഫുൻ ദുർബലന്മാർ. അപ്പൊ എന്താണ്? ഉലായിക തുല്ലാബു ആ വിദ്യാർത്ഥികൾ ലിആഫുൻ ദുർബലരാണ്. ലൊഈഫുൻ ജമ്മ ലിആഫുൻ. അടുത്തത് മൻ ഉലായിക റിജാലു ഈ ആ പുരുഷന്മാർ ആരാണ്? മൻ ഉലായിക അക്കൂട്ടർ ആര്? റിജാൽ പുരുഷന്മാർ. ആ പുരുഷന്മാർ ആരാണ്? അപ്പൊ അവരാരാണ്? ഹും വുസറാഉ അവരാരാണ്? വസീറുൻ ജമ്മ വുസറാഉ. വസീറുൻ പറഞ്ഞാൽ ആരാണ്? മിനിസ്റ്റർ. വസീറുൻ ജമ്മ വുസറാഉ മന്ത്രിമാരെ. മന്ത്രി. വസീർ പറഞ്ഞാല് മന്ത്രി, മിനിസ്റ്റർ. അപ്പൊ ഉസറാഉ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ. അപ്പൊ വസീറുൻ ജമ്മ വുസറാഉ. ഹും വുസറാഉ അവരാരാണ്? മന്ത്രിമാരാണ്, മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? അത്തിബാഉ, ഫുക്കറാഉ, അഇനിയാഉ, വുസറാഉ. ഇതിനൊന്ന് ഫുക്കറ ഇതിന്റെ ഒക്കെ ബഹുവചനാണ്. ഇതിനൊന്നും എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ആ ഇവിടുന്ന് എന്തെങ്കിലും ഇത്തിരി ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും അർത്ഥം കിട്ടാത്ത എന്തെങ്കിലും? ഇല്ലെങ്കിൽ എക്സസൈസിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഹാവുലായി എന്നുള്ളത് ഹാദിന്റെ ബഹുവചനാണ് ഹാവുലായി. തിൽക്ക ദാലിക്ക എന്നുള്ളതിന്റെ ബഹുവചനാണ്, പ്ലൂറൽ ആണ് ഉലായിക്ക. ഞാൻ ഒരു മിസ്റ്റേക്ക് പറയുന്നു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാലത്തും അമ്മത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്കിൾ ആന്റി എന്ന് പറയാം. പക്ഷെ അതിന് വേറെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി, ഉപ്പയുടെ സഹോദരിമാർ അല്ലെങ്കിൽ ഉപ്പയുടെ ബ്രദറ് അങ്ങനെ പഠിച്ചാൽ അങ്കിൾ ആന്റി എന്നുള്ളത് പറയണ്ട. ഈ തൻവീൻ ഉണ്ടാവൂല എന്ന് പറഞ്ഞില്ലേ കുറച്ച് ജമ്മകൾക്ക്, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമങ്ങളോ എന്തെങ്കിലും പ്രത്യേകതകളോ ഉണ്ടോ? നിയമങ്ങൾ പിന്നെ പഠിക്കും. ഞാൻ ഇതിന്റെ നോട്ട്സ് ഇട്ടുതരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഈ ഇപ്പൊ മുഫ്രദിന്റെ ജമാക്കുമ്പോ ഒരു രൂപമുണ്ട്. അതായത് അത്തിബാവു, ഫുക്കറാവു, സുമലാവു, ഇതൊക്കെ ഓരോരോ പാറ്റേൺ ആണ്. അറബിയിൽ പറയുമ്പോൾ വസ്നാണ്, ഓരോരോ പാറ്റേൺ ആണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഇട്ടുതരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പാറ്റേണിൽ വരുന്ന ബഹുവചനത്തിന് പ്ലൂറൽസിനൊന്നും എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര ബഹുവചനം പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതിന് തെൻവീന് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് ഫഅല എന്നുള്ള ആ പാറ്റേൺ ഓരോന്ന് രൂപത്തിലാവും, ഓരോരോ കാറ്റഗറി ആവും. അപ്പൊ ഇന്ന കാറ്റഗറിക്ക് തെൻവീൻ ഉണ്ടാവില്ല എന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡൗട്ട് ഇല്ലല്ലോ? ഇന്നത്തെ എക്സസൈസിലേക്ക് അടുക്കാം. ഫസ്റ്റത്തെ എക്സസൈസ് ഹവ്വിലിൽ മുബ്തദ ചേഞ്ച് ആക്കുക, കൺവേർട്ട് ആക്കുക. ഈ കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയതി താഴെയുള്ള സെന്റൻസുകളിൽ നിന്ന് എല്ലാ സെന്റൻസിലെയും മുബ്തദ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. എന്തിലേക്ക്? ഇലാ ജമീൻ ബഹുവചനത്തിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ദാലിക്കർ റജുലു മുദദ്ദിസുൻ. ദാലിക്കർ റജുലു ആ പുരുഷൻ എന്താണ്? മുദദ്ദിസുൻ അധ്യാപകനാണ്. അപ്പൊ അത് ജമീലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ഈ മുബ്തദ മാറ്റുമ്പോ അതിന്റെ ഹബറും എന്താവും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ജം ആണ്. അപ്പം ദാലിക്ക എന്നുള്ളത് ഉലായിക്ക എന്നാവുമ്പോ റജുലു എന്നുള്ളത് എന്താവും? റിജാലു എന്നാവും. അപ്പൊ എന്താണ്? ദാലിക്കർ റജുലു ഇതാണ് മുബ്തദ.
ഈ പുരുഷന്മാരെന്താണ് ദാലിക്ക റജുലു എന്നുള്ളതാണ് മുബത്തത്. അപ്പൊ അത് മുബത്തതിനെ മാറ്റുമ്പോ എന്താവും അതിന്റെ ഹബറും എന്താവണം മാറണം. ജംആവണം. അപ്പൊ ദാലിക്ക റജുലു എന്നുള്ളത് എന്താ ഉലായിക്ക റിജാലു. അപ്പൊ അതിന്റെ ഹബർ മുദല്ലിസൂന. അപ്പൊ ഇനി ബാക്കിയുള്ളത് പറഞ്ഞു നോക്കി. ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആൻസർ മാത്രം വായിച്ചു. മൻ ദാലിക്കൽ ഫത്ത. മൻ ഉലാ ഉലായിക്കൽ ഫിത്യത്തു. ഉലായിക്കൽ ഫിത്തിയത്തു. മൻ ദാലിക്ക ഫത്ത പറഞ്ഞാൽ എന്താണ്? ആ യുവാക്കന്മാർ, യങ്സ്റ്റേഴ്സ് ആരെ ഫത്ത യുവാവ് ആരാണ്? അപ്പൊ അത് ജമാഅത്ത് എന്താവും? മൻ ഉലായിക്കൽ ഫിത്തിയത്തു. ആ യുവാക്കന്മാർ ആരാണ്? അടുത്തത് മിൻ ഐന ദാലിക്കൽ മുദല്ലിസു. മിൻ ഐന ഉലായിക്ക ഉലായിക്കൽ മുദല്ലിസു. മുദല്ലിസൂന. 3 ഇതിനർത്ഥം മിൻ ഐന ദാലിക്കൽ മുദല്ലിസു പറഞ്ഞ എന്താണ്? മിൻ ഐന എവിടെ നിന്നാണ്? ദാലിക്കൽ മുദല്ലിസു ആ അധ്യാപകൻ എവിടെ നിന്നാണ്? 3 ആ അധ്യാപകൻ എവിടെ നിന്നാണ്? ഉലായിക്കൽ ഫത്തയാത്തു ബനാത്തു ത്വബീബി. ബനാത്തു ത്വബീബി. അപ്പം ഉലായിക്കൽ ഫത്തയാത്തു പറഞ്ഞ എന്താണ്? ഉലായിക്കൽ ഫത്തയാത്തു ആ യുവതികൾ ബനാത്തു ത്വബീബി ഡോക്ടറിന്റെ പെൺമക്കളാണ്. 4 ഹാദത് ത്വാലിബു. ഹൗലായി തുല്ലാബു മിൻ ഇൻഗൽതറ. ഹൗലായി തുല്ലാബു മിൻ ഇൻഗൽതറ. ഉലായിക്ക ഇൻ ഫ്രാൻസ്. ഫസ്റ്റ് മുതൽ വായിക്കേക്ക് ഒന്നും മനസ്സിലായി നിങ്ങൾ വായിച്ചത്? ഹൗലായി തുല്ലാബു മിൻ ഇൻഗൽതറ. ഐ മീൻ ഇംഗ്ലണ്ട്. ഉലായിക്ക ഉലായിക്ക ഫറൻസ. ഫർസാന. ഫർസാന അല്ല ഫിറൻസ. ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ എന്താ അർത്ഥം വരാ? ഹൗലായി തുല്ലാബു ഈ വിദ്യാർത്ഥികൾ എവിടെ നിന്നാണ്? മീൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. മിൻ ഫിറൻസ അവര് ഫ്രാൻസിൽ നിന്നുള്ളവരാണ്. 5 എന്തോ ഒന്നും കൂടി വായിക്കോ? ഉലായിക്കൽ മുഹദ്ദിസൂന മുസ്ലിമൂന. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിട്ടാ വായിക്കണേ? നിങ്ങളെ ടെക്സ്റ്റിൽ നോക്കിട്ടാ വായിക്കണേ? അതെ. അതില് നോക്കണ്ട, ഇതില് നോക്കിക്കോളി. അതിലിപ്പോ ടെക്സ്റ്റ് നോക്കരുത് പറഞ്ഞല്ലേ? സ്ക്രീനിൽ നോക്കിക്കോളി. മുസ്ലിമൂന മുഹദ്ദിസൂന. മുഹദ്ദിസൂൻ. മുസ്ലിമൂന ഉലായിക്കൽ മുഹദ്ദിസൂന. അത് ടെക്സ്റ്റിൽ നിങ്ങളത് ഇങ്ങനെ ആയിരിക്കില്ലേ? ആ ദാലിക്കൽ മുഹദ്ദിസുൽ മുസ്ലിമോ ദാലിക്കൽ മുഹദ്ദിസുൽ മുസ്ലിമോൻ അങ്ങനെയല്ലേ ടെക്സ്റ്റില്? അപ്പൊ അങ്ങനെ ആകുമ്പോ ആ ഉലായിക്കൽ മുഹദ്ദിസൂന മുസ്ലിമൂന. ഇനി 6-മത്തത് ഉലായിക്കൽ ഹൗലായി നിസാഉ മുമർരിദാത്തുൻ ഹൗലായിക ത്വബീബാത്തുൻ. ഹൗലായി നിസാഉ മുമർരിദാത്തുൻ വഉലായിക ത്വബീബാത്തുൻ. അവർക്ക് എന്താ വരാ? ഹൗലായി നിസാഉ ഈ സ്ത്രീകൾ ആരാണ്? മുമർരിദാത്തുൻ നഴ്സുമാരാണ്. ത്വബീബാത്തുൻ അല്ല വഉലായിക ത്വബീബാത്തുൻ അവരാരാണ്? ഡോക്ടേഴ്സുമാണ്. മൻ ഹൗലായിൽ ഔലാദു തിവാലുൻ. മൻ ഹൗലായിൽ ഔലാദു തിവാലു. ഈ
ആൺകുട്ടികൾ ആരാണ്? തിവാലോ. ഈ പൊക്കമുള്ള ആൺകുട്ടികൾ ആരാണ്? ആരാണ്? 8. എന്ത്? ഉലായിക്ക ഉലായിക്കൽ ഫത്തയാത്തു സിഗാറു അഖവാത്തി ഹാമിദീൻ. ഒന്നുകൂടി വായിക്കാൻ ഞാൻ കേട്ടില്ല. ഉലായിക്കൽ ഫത്തയാത്തു സിഗാറു ആ സിആറോ അഖവാത്തി ഹാമിദീൻ. അഹവാത്തു ഹാമിദിൻ. അഖവാത്തു അഹവാത്തു ഹാമിദീൻ. ഹാമിദ്. അപ്പൊ എന്താ? ഉലായിക്കൽ ഫത്തയാത്തു സിആറോ. ഉലായിക്കൽ ഫത്തയാത്തു ഈ യുവതികൾ ആരാണ്? സിആറോ പൊക്കം പൊക്കം കുറഞ്ഞവരാണ്, ചെറുതാണ്. ചെറുതായ ഈ യുവതികൾ, അതായത് തിൽക്കൽ ഫത്തയാത്തു ഈ യുവതികൾ, അസിആറു പൊക്കം കുറഞ്ഞ ഈ യുവതികൾ ആരാണ്? ഉഖ്തു ഹാമിദിൻ. സോറി, ജമ്മക്ക് പറയുമ്പോ ഉലായിക്കൽ ഫത്തയാത്തു സിആറു ഈ പൊക്കം കുറഞ്ഞ യുവതികൾ അഹവാത്തു ഹാമിദിൻ ഹാമിദിന്റെ സഹോദരിമാർ ആണ്. അടുത്തത് 9. ഉലായിക നിസാഉ ഉലായിക്ക നിസാഉ ഉമ്മഹാത്തു ത്വാലിബാത്ത്. താലിബാത്തുൻ താലിബാത്തു. ആറ് ഉമ്മഹാത്ത് എന്നൊക്കെ ഉമ്മഹാത്ത് ഉമ്മഹാത്തു ഉമ്മും ത്വാലിബാത്ത്. ജമ്മു ഉമ്മഹാത്ത്. ഓക്കെ. ഉലായിക്കൽ നിസാഉ ഉമ്മഹാത്തു ത്വാലിബാത്ത്. ഉമ്മഹാത്തു ത്വാലിബാത്ത്. താലിബാത്തുൻ താലിബാത്തു. ത്വാലിബാത്ത് എന്നാണ്. തൂന്നാണ്. ഒരു ത്വാലിബാത്തി. താലിബാത്ത് ത്വാലിബാത്ത് കാരണം എന്താണ്? ഇലാഫത്താണ്. ഉമ്മഹാത്തു ത്വാലിബാത്തി വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ്. അതായത് ഉലായിക്കൽ നിസാഉ ആ സ്ത്രീകൾ ഉമ്മഹാത്തു ത്വാലിബാത്തി അതായത് വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ്. അപ്പൊ ഇവിടെ ഇലാഫത്താണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. നിങ്ങൾ വായിക്കുന്നത് ശരിയാവണില്ല. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. താജിറുൻ കബീറുൻ താജിറുൻ കബീറുൻ മിനൽ മംലകത്തിൽ അറബിയത്തിൽ സൗദിയത്തി. അപ്പൊ അതെന്താണ്? ദാലിക്കൽ റജുലു. അതൊന്ന് ജമ്മതി പറഞ്ഞോക്കേ. മിനൽ മംലകത്തിൽ അറബിയത്തി സൗദിയത്തി. ഉലായിക്ക റിജാലു റിജാലു തുജാറുൻ കിബാറുൻ. നമ്മൾ വായിച്ചോളൂ. ശരിയാണ്. മിനൽ തുജാറുൻ കിബാറുൻ മിനൽ മംലകത്തിൽ അറബിയത്തി സൗദിയത്തി. സോറി, അത് നെറ്റ് വൈഫൈ പോയതായിരുന്നു. ആ 10ാമത്തെ ഒന്നും കൂടി വായിച്ചോളേ. ഉലായിക്കൽ റിജാലു തുജാറുൻ കിബാറുൻ മിനൽ മംലകത്തിൽ അറബിയത്തി സൗദിയത്തി. ഈ മംലകത്തിൽ അറബിയത്തി സൗദിയത്തിന് അർത്ഥം ആർക്കെങ്കിലും അറിയോ? ആര് സൗദിയിലുള്ളവരൊന്നും അറിയില്ല. കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അപ്പൊ എന്താണ്? ഉലായിക്കർ റിജാലു ആ പുരുഷന്മാരാരാണ്? തുജാറുൻ കിബാറുൻ വലിയ കച്ചവടക്കാരാണ്.
ഈ വലിയ കച്ചവടക്കാരനായ പുരുഷന്മാർ എവിടെ നിന്നാണ്? മിൻ മംലക്കത്തിൽ അറബിയത്തിൽ സൗദിയ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, അതായത് സൗദി അറേബ്യയിൽ നിന്നാണ് ഇവര്. മിനൽ എന്നല്ലേ അതുകൊണ്ട് അവര് മിനൽ മംലക്കത്തി, ഓക്കെ ഫ്രം. ഓക്കെ ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി. അഷിർ ഇലൽ അസ്മായിൽ ആത്തിയത്തി, താഴെയുള്ള നാമങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുക. ബി ഇസ്മി ഇഷാറത്തിൻ ലിൽ ബഈദ്, അതായത് ദൂരെയുള്ള ഇസ്മിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അവ ഈ ദാലിക, തിൽക്ക, ഉലായിക്ക, ഹാദ, ഹാദിക്കൊക്കെ അറബിയിലുള്ള പറയല് ഇസ്മു ഇഷാറ എന്നാട്ടോ, ഇസ്മു ഇഷാറ. അപ്പൊ എന്താ? ദൂരെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കുക. അപ്പൊ ദൂരെയുള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഏതാ ഉപയോഗിക്കല്? ദാലിക, തിൽക്ക, ഉലായിക്ക, ഉലായിക്ക. ഉലായിക്ക. അപ്പൊ എന്നാ പറഞ്ഞോളി, ഒന്നാമത്തെ വായിച്ചോളി. ذلك طالب ത്വാലിബുൻ. ദാലിക തോലിബുൻ, أولئك تجار ഉലായിക്ക തുജാറുൻ, أولئك ഉലായിക്ക مدرسات മുദരിസാത്തുൻ. ഉലായിക്ക മുദ്ദരിസാത്തുൻ. 4 ഉലായിക്ക അല്ല, 4 تلك تلك طبيبة جديدة തിൽക്ക തൊബീബത്തുൻ ശദീദത്തുൻ. ഇവിടെ ഉലായിക്കാൻ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഇത് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. ഏകവചനാണ്, സിംഗുലർ ആണ്. ഏകവചനാണ്. അപ്പൊ ഏകവചനത്തിന്റെ കൂടെ എന്താണ്? ഇത് എന്താണ്? മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീലിംഗ ആണെങ്കിൽ ഇവിടെ തിൽക്ക, ഇത് മുദക്കർ ആണെങ്കിൽ, പുല്ലിംഗ ആണെങ്കിൽ ദാലിക. ദാലിക. അപ്പൊ ഇവിടെ എന്താണ്? ഇത് സിംഗുലർ ആണ്, ഇത് സ്ത്രീലിംഗാണ്. ഫെമിനിനുമാണ്, സ്ത്രീലിംഗമാണ്. അപ്പൊ എന്താണ്? തിൽക്ക. തിൽക്ക. 5 أولئك أمهات الطالبات ത്വാലിബാത്ത്. ഉലായിക്ക ഉമ്മഹാത്തു. ത്വാലിബാത്തു. പിന്നെ നിങ്ങൾ അതെന്നാ വായിക്കുന്നത്? നിങ്ങൾ അർത്ഥം ശ്രദ്ധിക്ക്, അർത്ഥം പറയും. ഉമ്മഹാത്തു أمهات തോലിബാത്ത് الطالبات إضافة ഇലാഫത്താണ്. പിന്നെ ലൊമ്മത്തിട്ടിട്ട് എന്താ വായിക്കുന്നത്? ഉലായിക്ക ഉമ്മഹാത്തു തോലിബാത്തി, അവർ ആരാണ്? വിദ്യാർത്ഥിനികളുടെ ഉമ്മമാരാണ്. ഉമ്മമാരാണ്. 6 أولئك آباء الطلاب തുല്ലാബ്. ഉലായിക്ക ആബാഉ തുല്ലാബി, അക്കൂട്ടർ ആരാണ്? ആബാഉ തുല്ലാബി, വിദ്യാർത്ഥികളുടെ ഉപ്പമാരാണ് അവർ, അക്കൂട്ടർ. ذلك فلاح ദാലിക ഫല്ലാഹുൻ. ഫല്ലാഹുൻ പറഞ്ഞാ അറിയില്ലേ? കർഷകൻ, ഫാർമർ. കർഷകൻ. 8 تلك أم محمد ذلك തിൽക്ക. تلك ذلك أم أم محمد. ദാലിക്കാണോ തിൽക്കാണോ? تلك تلك. أم ഉമ്മ എന്നായതുകൊണ്ട് ഉമ്മനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ തിൽക്ക, ഇവിടെ ദാലിക്ക എന്ന് പറയരുത്. ഇവിടെ ഉമ്മനെ പറ്റിയിട്ടാ പറഞ്ഞത്. തിൽക്ക ഉമ്മു മുഹമ്മദിൻ, അതാരാണ്? മുഹമ്മദിന്റെ ഉമ്മയാണ്. അവിടെ ഉമ്മനെ പറ്റിയിട്ടാ പറയുന്നത്. തിൽക്ക ഉമ്മു മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഉമ്മയാണ് അത്. 9 ذلك صديقي ذلك ദാലിക صديقي. സ്വദീഖി, അതാരാണ്? എന്റെ കൂട്ടുകാരനാണ്. ഉലായിക അഖവാത്തി, ഉലായിക്ക അഹ്വാത്തി, അവർ ആരാണ്? അക്കൂട്ടർ ആരാണ്? അഹ്വാത്തി, എന്റെ സഹോദരിമാരാണ്. أولئك 11 إخوتي ഉലായിക്ക ഹിവത്തി. ഹിവത്തി പറഞ്ഞ എന്താ? സഹോദരന്മാർ. സഹോദരിയല്ല, സഹോദരന്മാർ. ഖവാത്തി. ഉലായിക്ക ഹിവത്തി, അക്കൂട്ടർ ആരാണ്? ഹിവത്തി, എന്റെ സഹോദരന്മാരാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി. ഹാത്തി ജംഅൽ കലിമാത്തിൽ ആത്തിയത്തി, താഴെയുള്ള പദങ്ങളുടെ ബഹുവചനം, പ്ലൂറൽസ് ചെയ്താണ്. അപ്പൊ ഉമ്മുൻ വായിച്ചോളി. ഉമ്മുൻ ജമ്മ ഉമ്മഹാത്ത്, ഉമ്മഹാത്തൻ. അബുൻ ആബാ, ആബാഉൻ. ആ ഇമ്രഅത്തുൻ നിസാഉ. آباء ആ ആ ഉംറഅത്തുൻ നിസാഉൻ. നെക്സ്റ്റ് അമ്മത്തുൻ. അമ്മത്തുൻ. ഉമ്മാത്തുൻ, أماتنا അമ്മാത്തുൻ. ലോയിഫുൻ. ضائق ലിയാ. ضياف ലിയാഫുൻ. അടുത്തത്
വസീറുൻ വസീറുൻ ഉസറാഉ ഉസറാഉ വുസറാഉ ഇസ്മുൻ അസ്മാഉ അസ്മാഉ അസ്മാഉൻ. അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി അല്ലാതെ മനസ്സിലാക്കാനാണ്. ഇക്റ വക്തു എന്താണ്? റീഡ് ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് ദീസ് ബ്രോക്കൺ പ്ലൂറൽ പാറ്റേൺസ് ഹാവ് നോ തെൻവീൻ. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? ഈ താഴെയുള്ള കൊടുത്തിരിക്കുന്ന പദങ്ങളെ ബഹുവചനാണ്, പ്ലൂറൽസ് ആണ്, ബ്രോക്കൺ പ്ലൂറൽസ് ആണ്, ജമ്മു തക്സീർ ആണ്. അപ്പൊ ഈ രൂപങ്ങൾ, ഈ പാറ്റേൺസിൽ എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു പൊതുവായിട്ടുള്ള നിയമമാണ്. എന്ത്? ഈ രൂപങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഒരു തെൻവീൻ ഉണ്ടാവില്ല എന്നുള്ളത് എന്താണ്? ഒരു പൊതുവായിട്ടുള്ള ഒരു നിയമമാണ്. എന്ത്? ഈ രൂപങ്ങൾക്ക് തെൻവീൻ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അതേ സമയം എന്താണ്? ഈ പൊതുനിയമം മാറുന്ന സമയത്ത്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഈ പൊതുനിയമം മാറുന്ന സമയത്ത് എന്തുണ്ടാവില്ല? അല്ല് വന്നാല്, അതായത് ഈ പദങ്ങളുടെ കൂടെ അല്ല് വന്നാൽ എന്തുണ്ടാവും? സോറി, തെൻവീൻ ഉണ്ടാവില്ല എന്നുള്ളത് എന്താണ്? ഒരു പൊതുനിയമം. അതുപോലെ തന്നെ ഒരു പൊതുനിയമമാണ് എന്ത്? ഈ പദങ്ങൾക്ക് എന്തുണ്ടാവില്ല? കെസ്ർ ഉണ്ടാവില്ല, കെസ്റത്ത് വരില്ല. അതായത് ഇനി എന്ന് പറയില്ല. അതായത് കെസ്ർ വരുന്ന സ്ഥാനത്ത് നമ്മളിപ്പോ പറഞ്ഞ് എന്ത്? ഇലാഫത്താണെങ്കിൽ കെസ്ർ വരണം. അതിന് മുമ്പ് പ്രപ്പോസിഷൻസ് വന്നിട്ടാണെങ്കിൽ കെസ്ർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കെസ്ർ ചെയ്യുന്ന കുറച്ച് സന്ദർഭങ്ങൾ വന്നിക്കണേ, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങൾ വന്നിട്ടാണെങ്കിൽ എന്താ ഉണ്ടാവില്ല? കെസ്ർ വരില്ല. അതൊരു പൊതുനിയമമാണ്. അപ്പൊ ഈ പൊതുനിയമം മാറുന്ന സമയമുണ്ട്. ഇതേ സമയം തന്നെ ഈ പൊതുനിയമം മാറുന്ന സമയമുണ്ട്. ആ സമയത്ത് എന്തുണ്ടാവും? ഈ നാമത്തിന്റെ കൂടെ അല്ല് വന്നാൽ എന്തുണ്ടാവും? കെസ്ർ വരും. അത് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് പിന്നീട് പഠിക്കും. ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഈ പദങ്ങൾക്ക് കെസ്ർ, തെൻവീൻ എന്തായാലും ഉണ്ടാവില്ല, അത് പറഞ്ഞ്. പിന്നെ എന്തുണ്ടാവില്ല? കെസ്റും ഉണ്ടാവില്ല. അതൊരു പൊതുവായിട്ടുള്ള നിയമമാണ്. ഈ പൊതുനിയമം മാറുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്തുണ്ടാവും? ഈ പദങ്ങളുടെ കൂടെ അല്ല് വരുമ്പോ എന്തുണ്ടാവും? കെസ്ർ വരും. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒന്നും എന്ത് വരില്ല? കെസ്ർ വരില്ല. അതായത് കെസ്ർ വരുന്ന സന്ദർഭത്തിൽ എന്ത് വരില്ല? ഏത് സന്ദർഭത്തിൽ ഒഴികെ? അല്ല് വരുമ്പോൾ ഒഴികെ. തെൻവീൻ എന്തായാലും ഇതിൽ എന്റെ കൂടെ ഉണ്ടാവില്ല, അത് വേറെ ആണ്. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ടതാണ്. ഈ പദങ്ങളുടെ കൂടെ തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ കെസ്റും ഉണ്ടാവില്ല. കെസ്ർ വരുന്ന സമയം എന്താണ്? ഈ പദങ്ങളുടെ കൂടെ അല്ല് വരുമ്പോ. അതിനെ പറ്റി നിങ്ങൾ പിന്നീട് പഠിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഇതേ ഉള്ളൂ ഈ ചാപ്റ്ററില്. പിന്നെ ദാലിക്ക എന്നുള്ളത് എന്താണ്? പുല്ലിംഗം. തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗം. അതിന്റെ ബഹുവചനാണ് ഉലായിക്ക. ദഹബാൻ എന്നതിന്റെ ബഹുവചനാണ് എന്ത്? ദഹബു, അവർ പോയി. ദഹബത്ത് എന്നതിന്റെ ബഹുവചനാണ് എന്ത്? ദഹബിന, അവർ കുറെ പെണ്ണുങ്ങൾ പോയി. ദഹബു പറഞ്ഞ അവർ കുറെ ആണുങ്ങൾ പോയി. ദഹബിന പറഞ്ഞാല് അവർ കുറെ പെണ്ണുങ്ങൾ പോയി. അസ്മാഉൽ ഇഷാറ ലിൽ ബഈദ്. അസ്മാഉൽ ഇഷാറ പറഞ്ഞാല് ഈ ദാലിക തിൽക്ക ലിൽ ബഈദ്, ദൂരെ ഉള്ളതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന നാമങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ എക്സസൈസിൽ എന്തെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും അർത്ഥം കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ലൊയീഫുൻ ജമ്മ്. ലൊയീഫുൻ ദുർബലൻ. ലൊയീഫത്തുൻ സ്ത്രീലിംഗാണ്, അതിന്റെ ജമ്മാണ് ലിയാഫുൻ. ലൊയീഫുൻ ലൊയീഫത്തുൻ എന്നതിന്റെ ജമ്മാണ് എന്ത്? ലിയാഫുൻ. ഉമ്മുൻ ജമ്മ് ഉമ്മഹാത്തുൻ. അബുൻ ജമ്മ് ആബാഉൻ. കവിയുൻ ജമ്മ്. കവിയുൻ വന്നതില് എവിടെയെങ്കിലും കവിയുൻ വന്നോ? അതെവിടെ ഉണ്ട്? കവിയുൻ അക്വിയാവുൻ. കവിയുൻ ജമ്മ് അക്വിയാവു. കവിയുൻ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ശക്തന് പറയുന്നതാണ് കവിയൻ. അക്വിയാവു. ആലിമുൻ പറഞ്ഞ അറിവുള്ള ആൾക്ക് പറഞ്ഞ അറിവുള്ളവൻ. ഉലമാവു പണ്ഡിതന്മാർ. അറിവുള്ള ആൾക്കാർ. പണ്ഡിതന്മാർ. ആലിമുൻ ജമ്മു ഉലമാഉ. അടുത്തത് 14ാമത്തെ ചാപ്റ്റർ ആണ്. അദ്ദർസുർ റാബിയ അശറ, 14th ചാപ്റ്റർ. അപ്പൊ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്?
നമ്മൾ മുമ്പ് പഠിച്ചു അൻതാന്നുള്ളത്. അൻതാന്നുള്ളത് എന്താണ് അർത്ഥം? ഉം. നീ. അതെന്താണ്? ഒരു സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? ഉം. പുല്ലിംഗം. പുല്ലിംഗമാണ്. അപ്പൊ അന്തി. സ്ത്രീലിംഗ അന്തിന് അന്തില്ല അന്ത. അന്ത. അന്ത പുല്ലിംഗം അന്ത എന്നുള്ളത് എന്താണ്? സിംഗുലറും ആണ്. അതെന്താണ്? പുല്ലിംഗമാണ്. മസ്കുലിനാണ്. പുല്ലിംഗമാണ്. അപ്പൊ അതിന്റെ ബഹുവചനാണ് എന്ത്? അന്ത എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്? അന്തും. അന്തും ബഹുവചനം, അതായത് മസ്കുലിൻ. അന്ത എന്നതിന്റെ സിംഗുലർ മസ്കുലിന്റെ ബഹുവചനാണ് എന്ത്? അന്തും. നിങ്ങൾ. നീ, നിങ്ങൾ. നീ, നിങ്ങൾ. അതുപോലെ തന്നെ നമ്മള് റഹബ അവൻ പോയി. റഹബത്ത എന്താണ്? റഹബത്ത പറഞ്ഞാൽ എന്താണ്? അവൾ. റഹബ പറഞ്ഞ അവൻ പോയി. റഹബത്ത നീ പോയി. റഹബത്ത പറഞ്ഞ നീ പോയി. ഒരാൺ പോയി. നീ ഒരു ആൺ പോയി. അപ്പൊ അതിന്റെ ബഹുവചനം എന്താണ്? നീ ഒരാൺ പോയി എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? റഹത്തും. നിങ്ങൾ. നിങ്ങൾ കുറെ റഹത്തും. ആണുങ്ങൾ പോയി. റഹത്തും. അപ്പൊ അന്ത എന്നുള്ളതിന്റെ ബഹുവചനം അന്തും. ഇത് പുല്ലിംഗ കേട്ടോ, സ്ത്രീലിംഗം അല്ല കേട്ടോ, പുല്ലിംഗാണ്. അന്ത എന്നുള്ളതിന്റെ ബഹുവചനം അന്തും. റഹത്ത നീ ഒരു ആൺ പോയി എന്നുള്ളതിന്റെ ബഹുവചനം റഹത്തും. നിങ്ങൾ പോയി. ഇതൊക്കെ പുല്ലിംഗാണ് കേട്ടോ. അത് നമ്മള് ഒരു ലൊമീറായിട്ട് റഹബ്ന. എഴുതുമ്പോ റഹബിന അല്ല, റഹത്തും. അത് സ്ത്രീലിംഗത്തിൻ്റെത് വേറെ പറയും. റഹബിന എന്നുള്ളത് എന്താണ്? അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നാണ് റഹബിന. ഞങ്ങൾ എന്നല്ലേ? റഹബിന എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിപ്പോ പറയും, അതിന്റെ വ്യത്യാസം എന്താന്ന് ഇപ്പൊ പറയും. അതൊരു അപ്പം കൺഫ്യൂഷൻ ഉണ്ടല്ലോ. റഹബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എന്നല്ലേ? അല്ല, അത് ഇവിടെ നിങ്ങൾ വ്യത്യാസമായി. അതില് രണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവും ഒരേപോലെ തോന്നും. അതാണ് ഇനി അടുത്ത പറയാൻ പോണത്. അത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ നോക്കേണ്ടത് റഹത്ത പറഞ്ഞാല് നീ ഒരാണ് പോയി. റഹത്തു നിങ്ങൾ കുറെ ആണുങ്ങൾ പോയി. ഇനി അത് അന്ത എന്നുള്ളത് എന്താണ്? ഒരു സർവനാമം, ഒരു ലൊമീറായിട്ട് എഴുതുമ്പോ എങ്ങനെയാണ്? കാഫാണ്. ഇവിടെ കൈഫ ഹാലുക്ക എന്ന് കണ്ടില്ലേ? കൈഫ ഹാലുക്ക ഇങ്ങനെ കാഫായിട്ടാണ് എഴുതുക. അപ്പം അത് എന്താണ്? ബൈത്തുക്ക അങ്ങനെ പറയും. ബൈത്തുക്ക നിന്റെ വീട്. അപ്പൊ നിങ്ങളുടെ വീട് എന്നുള്ളത് എന്താ പറയാ? നിങ്ങളുടെ വീട് എങ്ങനെ പറയാ? ബൈത്തുക്കും. ബൈത്തുക്കും. ബൈത്തുക്കും നിങ്ങളുടെ വീട്. അപ്പൊ ഈ കാലുള്ളത് എന്താണ്? അത് ഒരു ലൊമീറായിട്ട് എഴുതുമ്പോ അതിന്റെ ബഹുവചനം ഉണ്ടാവും കുന്നാവും. ബൈത്തുക്കും. ഒരു നൗണിന്റെ കൂടെ ചേർത്ത് എഴുതുമ്പോ എന്താവും? ബൈത്തുക്കും. അടുത്തത് അന. അന എന്ന് പറഞ്ഞാൽ എന്താണ്? അന ഞാൻ. അതിന്റെ ബഹുവചനാണ്. അന എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കും. അപ്പൊ അതിന്റെ ബഹുവചനം എന്താണ്? നഹനു. നഹനു ഞങ്ങൾ. അത് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും നഹനു എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മള് ഒരു നൗണിന്റെ കൂടെ പറയുമ്പോ എങ്ങനെ ഉപയോഗിക്കാം? അതായത് എന്റെ വീട് എന്ന് എങ്ങനെ പറയാം? എന്റെ വീട്. ബൈത്തി. ഞങ്ങളുടെ വീട് എന്ന് എങ്ങനെ പറയാം? ബൈത്തുന ഞങ്ങളുടെ വീട്. ബൈത്തുന ഞങ്ങളുടെ വീട്. അടുത്തത് ബൈത്തുന ഞങ്ങളുടെ വീട്. പിന്നെ അല്ല, അപ്പൊ ദഹബിനെയും ബൈത്തുനെയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ദഹബിന ബൈത്തുന. അതിന് എത്തിയിട്ടില്ല. എത്തുപ്പോ. അടുത്തത് റഹത്തു പറഞ്ഞാൽ എന്താണ്? റഹത്തു ഞാൻ പോയി. അത് വെർബിന്റെ കൂടെ വരുമ്പോ റഹത്തു ഞാൻ പോയി. ഞങ്ങൾ പോയി എങ്ങനെ പറയാം? അതിന്റെ ബഹുവചനം എന്താണ്? ഞങ്ങൾ പോയി. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്. റഹബിന പറഞ്ഞാല് ഇവിടെ റഹബിനയും റഹബിനായും ഉച്ചരിക്കുക നമുക്ക് ഒരുപോലെ തോന്നും. പക്ഷെ അതിലുള്ള വ്യത്യാസം എന്താ? അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് റഹബിന നൂന് കഴിഞ്ഞിട്ട് നീട്ടാനുണ്ടാവില്ല. റഹബിന ജസ്റ്റ് റഹബിന എന്നുള്ളൂ.
പക്ഷെ മറ്റേത് ദഹബിന ഞങ്ങൾ പോയി എന്തിനാ പറയാ, ഞങ്ങൾ അവർ പോയി. കുറെ പെണ്ണുങ്ങൾ പോയിന്നുള്ളതിന് അവസാനത്തെ നൂന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവില്ല, നീട്ടാനുണ്ടാവില്ല, അത് ഷോർട്ട് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ പോയിന്നുള്ളതിന് എന്താ പറയാ, ദഹബിനാന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, മദ് ഉണ്ടാവും, നീട്ടാനുണ്ടാവും. ദഹബിന നീട്ട് ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതാ കണ്ടില്ലേ, ഇവിടെ ലാസ്റ്റ് നോക്കി, നാം ആ. ദഹബിന. ഇവിടെ ദഹബിന എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങൾ പോയി എന്നാണ്. ദഹബിന ഞങ്ങൾ പോയി, ഈ നൂന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, നീട്ടാനുണ്ടാവും. പക്ഷെ അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് ദഹബിന കഴിഞ്ഞിട്ട് നീട്ടാനുണ്ടാവില്ല, ജസ്റ്റ് നൂന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് എന്താണ്, ദഹബിന, ജസ്റ്റ് ദഹബിന എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പോയി എന്നുള്ളതിന് എന്താണ്, ദഹബിന നൂന് കഴിഞ്ഞിട്ട് ദഹബിന. എന്തുണ്ടാവും, നീട്ടാനുണ്ടാവും. അത് അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുക, ദഹബിന നീട്ടിയിട്ട് തന്നെ പറയാം, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ. അപ്പൊ അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് ഹിയാന്നുള്ളതിന്റെ ദഹബിന. ദഹബിന, അതായത് ദഹബത്ത് എന്നുള്ളത് ചെമ്മാക്കി പറയുമ്പോ ദഹബിന, അത് ജസ്റ്റ് ഒരു നൂന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പോയി എന്നുള്ളത് പറയുമ്പോ നൂന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, അവിടെ നീട്ടാനുണ്ടാവും. ദഹബിന ഞങ്ങൾ പോയി. ഇപ്പൊ മനസ്സിലായോ, ഓക്കെ. കൺഫ്യൂഷൻ മാറിയോ? ഇതിപ്പോ കുറച്ച്. വെർബിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരിക. ആ ഇങ്ങനെ തന്നെ വരുള്ളൂ. അതായത് ദഹബിന അവർ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് ദഹബിന, ഞങ്ങൾ പോയി എന്നുള്ളതിന് ഇങ്ങനെ വരാം. വേറെ ഇനി എങ്ങനെ വരാം, ഇങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ. അതില് അടുത്ത കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടാവില്ല. ഇതവിടെ കണ്ടില്ല, ഹറജിന. ഉം. ഹറജത്ത് എന്നുള്ളത് എന്താണ്, അവൾ പുറപ്പെട്ടു എന്നാണ്. പുറപ്പെട്ടു. അപ്പൊ അവർ കുറെ പെണ്ണുങ്ങൾ പുറപ്പെട്ടു, അത് ബഹുവചനാവുമ്പോ എന്താ, ഹറജിന. അവിടെ ഹറജിന. നീട്ടാനില്ലല്ലോ. നോക്കി ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തു നോക്കി, ഹറജിന. ഇവിടെ നീട്ടാനില്ല, ജസ്റ്റ് നൂന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹറജിന പറഞ്ഞ അവർ കുറെ പെണ്ണുങ്ങൾ പുറപ്പെട്ടു. അപ്പൊ ഞങ്ങൾ പുറപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഹറജിന, ഇവിടെ നൂന് കഴിഞ്ഞിട്ട് നീട്ടാൻ വേണം. ഹറജിന ഞങ്ങൾ പുറപ്പെട്ടു. എന്താണ് ഇത് മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് ഇനിയും പഠിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കി ഇതിന്റെ കൂടെ വായിക്കുമ്പോ ബാക്കി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്താണ്, അൻത എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്, അൻതും. അൻതും. റഹബ്ത എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ എന്ത്, റഹബ്ത എന്നുള്ളതിന്റെ ചെമ്മ് ദഹബത്തും. റഹബ്തും. റഹബ്ത എന്നുള്ളത് എന്താണ്, പുല്ലിംഗാണ് കേട്ടോ. റഹബ്ത പുല്ലിംഗ്, അതിന്റെ റഹബ്തും. ബൈത്തുക്ക എന്നുള്ളതിന്റെ ജമ്മ് പറയുമ്പോ എന്താ പറയാ, ബൈത്തുക്ക നിന്റെ വീട്, നിങ്ങളുടെ വീട് എന്ന് എങ്ങനെ പറയാ, ബൈതുക്കും. ബൈത്തുക്കും. ബൈത്തുക്കും. അനാന്നുള്ളതിന്റെ ബഹുവചനം നെഹ്നു. അത് ബോത്താണ് കേട്ടോ, ബോത്ത് ഫെമിനിൻ ആൻഡ് മസ്കുലിൻ. പിന്നെ ബൈത്തി, ബൈത്തി എന്റെ വീട്, ഞങ്ങളുടെ വീട് എന്താ പറയാ, ബൈതുന. ബൈത്തുന. ഞാൻ പോയി, ഞങ്ങൾ പോയി എങ്ങനെ പറയാ, ദഹബ്ന. റഹബന ഞങ്ങൾ പോയി. ബാക്കി ഇനി ഇതിന്റെ വായിക്കുമ്പോ കൂടെ പറഞ്ഞുതരാം. അപ്പം എന്താണ്, അൽ ഫിത്തിയത്തു. ഫിത്തിയത്ത് പറഞ്ഞ എന്താണ്, ഫിത്തിയത്തുൻ എന്തിന്റെ ജം ആണ്, യുവതികൾ. യുവതികളോ, അല്ല, യുവാക്കൾ. യുവാക്കൾ. ഫത്തൻ ജമ്മ ഫിത്തിയത്തുൻ. അൽ ഫിത്തിയത്ത് പറഞ്ഞ യുവാക്കൾ, യുവാക്കൾ. അപ്പൊ അൽ ഫിത്തിയത്തു, അപ്പൊ ഇതൊരു കോൺവെർസേഷൻ ആണ്. അൽ ഫിത്തിയത്തു യുവാക്കൾ പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ഹാമിദ് പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അഹദൽ ഫിത്തിയത്തി, അപ്പൊ ഇതിന്റെ അർത്ഥം എങ്ങനെ പറയാം,
യുവാക്കളിൽ ഒരു ഒരാൾ യുവാവ്. യുവാക്കളിൽ ഒരാൾ അപ്പൊ ഇവിടെ എന്താണ് അഹദ് വന്നിട്ട് കസ്റല്ല കൊടുത്തത്, അഹദുൽ ഫിത്തിയത്തി. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഇൽ- അതന്നെ ഖിലാഫത്ത്. പറഞ്ഞോളി. ഖിലാഫത്ത് ആ ഇലാഫത്താണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അങ്ങനെ അർത്ഥം പറയാം. മലയാളത്തിലെ അർത്ഥം പറയുമ്പോ എന്താണ്? യുവാക്കളിൽ ഒരാൾ പറഞ്ഞു എന്നാണ്. അപ്പൊ ഇംഗ്ലീഷിൽ പറയുമ്പോ വൺ ഓഫ് ദി യങ്സ്റ്റേഴ്സ്. അത് അപ്പൊ അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോ അർത്ഥം കറക്റ്റായിട്ട് കിട്ടും, മലയാളത്തിൽ പറയുമ്പോ കിട്ടൂല. അപ്പൊ ഇവിടെ ഇലാഫത്താണ്, യുവാക്കളിൽ ഒരാൾ പറഞ്ഞു. അപ്പൊ എന്താണ്? കൈഫ ഹാലുക യാ അമ്മി, കൈഫ ഹാലുക, ഹൗ ആർ യു, ഹൗ നിങ്ങളുടെ ആർ യു. നിന്റെ ആ നിന്റെ നിന്റെ യാ അമ്മി, നിനക്ക് എങ്ങനെയുണ്ട്. നിങ്ങൾ എന്നല്ല, ഹാലുക എന്നാണ് നിന്റെ അവസ്ഥ. ഹാല് പറഞ്ഞ അവസ്ഥ, നിന്റെ അവസ്ഥ എങ്ങനെയാണ്. യാ അമ്മി, അമ്മി എന്ന് പറയൽ ആർക്കാണ്? അമ്മാവൻ അമ്മ, ഉപ്പയുടെ സഹോദരൻ സഹോദരൻ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാ, അങ്ങനെ ഇനി അർത്ഥം പറഞ്ഞാൽ മതി. ഉപ്പയുടെ സഹോദരൻ സഹോദരി, ഉമ്മയുടെ സഹോദരൻ സഹോദരി, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ യാ അമ്മി പറഞ്ഞാൽ ഉപ്പയുടെ സഹോദര, നിങ്ങളുടെ അവസ്ഥ എന്താണ്, ഹൗ ആർ യു. അപ്പൊ ഹാമിദ് പറയാണ് അന ബിഹൈരിൻ, എന്താണ് എനിക്ക് സുഖാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അപ്പൊ എന്താണ് ഇംഗ്ലീഷിൽ പറയുമ്പോ അന ബിഹൈരിൻ, ഇംഗ്ലീഷിൽ പറയുമ്പോ എന്താ പറയാ? ഐ എം ഇൻ എ ഗുഡ് കണ്ടീഷൻ, ഐ എം ഇൻ ഗുഡ് കണ്ടീഷൻ, ഐ എം ഇൻ വെൽ. ഞാൻ എന്താണ് നല്ല അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അപ്പൊ ഇവിടെ ഹാലുക്ക, ഹാലുക്ക എന്നുള്ളത് എന്താണ്? ഇവിടെ സിംഗുലർ ആണ്. അതിന്റെ ആയിട്ട് വരുന്നതാണ് കൈഫ ഹാലുക്കും. അപ്പൊ ഈ ലോമിയർ എന്നുള്ള ലോമിയർ എന്തായി മാറി? കുന്നായി മാറി. നിങ്ങൾ എന്ന് പറയുമ്പോ കൈഫ ഹാലുക്കും, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുകയാണ് മൻ അൻതും, മൻ അൻതും, നിങ്ങൾ ആരാണ്. അൻതാന്നുള്ളതിന്റെ ആണ് അൻതും. മൻ അൻതും, നിങ്ങൾ ആരാണ്. അപ്പൊ എന്താ? അഹദുഹും. നേരത്തെ അഹദുൽ ഫിത്തിയത്തി എന്നാ പറഞ്ഞത്, ഇവിടെ അഹദുഹും. അർത്ഥം എന്താണ്? അവരെല്ലാരും അവരിൽ ഒരാൾ. അവരിൽ ഒരാൾ, വൺ ഓഫ് ദം. അവരിൽ ഒരാൾ, വൺ ഓഫ് ദം. അവരിൽ ഒരാളിന്റെ ഇത് പറഞ്ഞു. നഹനു അബ്നാഉ ദുക്തൂരി മൂസ, നഹനു അബ്നാഉ, ഞങ്ങൾ. അനാന്നുള്ളതിന്റെ ബഹുവചനാണ് നഹനു. നഹനു ഞങ്ങൾ, അബ്നാഉ ആൺമക്കളാണ്. ആരുടെ? ദുക്തൂരി മൂസ, ഡോക്ടർ മൂസയുടെ ആൺമക്കളാണ് ഞങ്ങൾ. ഇവിടെ ഇലാഫത്താണ്, അബ്നാന്റെ ഇലാഫത്താണ് ഇവിടെ. ഇലാഫത്ത് ദുക്തൂരി കസ്ർ വന്ന്. അപ്പൊ ഇവിടെ മൂസക്കും എന്താ വേണ്ടത് ശരിക്കും? കസ്ർ വരണം. പക്ഷെ ഇവിടെ കസ്ർ വന്നണോ? ഇല്ല. ഇവിടെ എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ചില നാമത്തിന് അവസാനം യാന്റെ ഷേപ്പ് പോലാണെങ്കിൽ അത് അലിഫ് നീട്ടാനുള്ളതായിരിക്കും. എന്താ കാണൂല, അതിന്റെ അവസാനത്തെ അടയാളം പ്രകടമായിട്ട് കാണൂല. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സങ്കല്പിക്കാണ് വേണ്ടത്. കസർ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഞങ്ങൾ എന്താണ്? ഡോക്ടർ മൂസയുടെ ആൺമക്കളാണ്. അടുത്തത് ഹാമിദ്. ഡോക്ടർ. ഡോക്ടറേറ്റ് എന്ന് പറയും. ഡോക്ടറേറ്റ് പറഞ്ഞ PhD. മറ്റേ ദുക്തൂർ പറഞ്ഞാൽ ഡോക്ടർ. PhDക്കും പറയും, ഇതിനും പറയും. ഇവിടെ PhD ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഹാമിദ് അഹ്ലം വ സഹലൻ വ മർഹബൻ. അഹ്ലം വ സഹലൻ, വെൽക്കം. മർഹബൻ, വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. അബൂക്കും, നിങ്ങളുടെ ഉപ്പ എന്താണ്? അബൂക്കും, നിങ്ങളുടെ ഉപ്പ. നിന്റെ ഉപ്പ എന്നുള്ളത് എങ്ങനെ പറയാ? നിന്റെ ഉപ്പ എന്നുള്ളത് എങ്ങനെ പറയാം? അബൂക്ക. അപ്പൊ ഇവിടെ ബഹുവചനം അതിനോട് അബൂക്കും, നിങ്ങളുടെ ഉപ്പ ആരാണ്? സ്വദീഖി, എന്റെ കൂട്ടുകാരൻ ആണ്. ഐന അമ്മുക്കും ഷെയ്ഖു ഈസ. ഐന അമ്മുക്കും, നിങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ എവിടെ? ഷെയ്ഖു ഈസ. അതായത് നമ്മളിവിടെ ഷെയ്ഖ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞു വൃദ്ധൻക്കും പറയും, വൃദ്ധൻക്ക് പറയും. പക്ഷെ നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്തിട്ട് പറയുമ്പോഴും ഒരു അറിവുള്ള ആൾക്കാരൊക്കെ പറയുമ്പോ ഈ ഷെയ്ഖ് എന്ന് കൂട്ടി പറയും. അപ്പൊ ഇവിടെ റെസ്പെക്ട്, ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് പറയാണ് എന്ത്? ഷെയ്ഖ്. അപ്പൊ ഷെയ്ഖ് ഈസ, ഷെയ്ഖ് ഈസ എന്ന നിങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ എവിടെ? അപ്പൊ എവിടെ പറയണത്? അപ്പൊ അവരിൽ അഹദുഹും, അവരിൽ ഒരാൾ പറഞ്ഞത് ഹുവ മരിയലുൻ, ഈ സിക്ക്, അവരെന്താണ്? രോഗിയാണ്, അദ്ദേഹം രോഗിയാണ്. ഹുവ അൽ ആന ഫിൽ മുസ്തശ്വ, അവനിപ്പോ എവിടാണ്? ഹുവ അൽ ആന
അവൻ ഇപ്പോൾ ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ ആണ്. ആണ്. അതായത് ഹി ഈസ് നൗ ഇൻ ദി ഹോസ്പിറ്റൽ. അതായത് നമ്മളെ സുഖം പ്രാപിക്കുന്ന, അതായത് ശമനം പ്രാപിക്കുന്ന, അതായത് സുഖം, നമുക്കൊരു അസുഖം വന്നാല് ശമനം നൽകുന്ന സ്ഥലത്തിന് പറയുന്നതാണ് മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ. ഹുവ അൽ ആൻ, അവൻ ഇപ്പോൾ എവിടെയാണ്? ഫിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലാണ്. അടുത്ത ഹാമിദ്, ഷഫാഹുല്ലാഹു, ഷഫാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ UQM എല്ലാവരും പഠിക്കുന്നില്ല. ആ ഷഫ എന്ന് പറഞ്ഞ എന്താണ്? ക്രിയ. അതൊരു ക്രിയാണ്, വെർബാണ്. അപ്പൊ എന്താണ് ഇത്? എന്ത് ക്രിയാണ്? ഇവിടെ അർത്ഥം എന്താണ്? ഷഫാഹു അല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകട്ടെ എന്നാണ്. ശിഫയാക്കട്ടെ, സുഖപ്പെടുത്തട്ടെ, അങ്ങനെ പറയാം. പക്ഷെ ഈ ഷഫ എന്നുള്ള ക്രിയ എന്താണ്? വെർബ് എന്താണ്? അർത്ഥം എന്താണ്? അവന് സുഖം പ്രാപിച്ചു എന്നാണ് അർത്ഥം. അതായത് നമ്മളെ ക്രിയ അപൂർണക്രിയ, പൂർണ്ണക്രിയ ഒക്കെ പഠിക്കുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഒരു മാലി ആയിട്ടുള്ള ക്രിയയാണ്, ഒരു പൂർണ്ണ ക്രിയയാണ് എന്ത്? ഷഫ. അവന് സുഖം പ്രാപിച്ചു. അപ്പൊ നമ്മളിവിടെ എന്താ പഠിക്കുന്നത്? ക്രിയയുടെ രൂപമല്ല പഠിക്കുന്നത്. അതായത് ഇവിടെ അർത്ഥം നമ്മൾ ഒന്നായിട്ട് പറയുമ്പോ എന്താ പറയുക? അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകട്ടെ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഷഫ എന്നുള്ളതിന്റെ പൂർണ്ണക്രിയന്റെ അർത്ഥം എന്താണ്? അവന് ശമനം പ്രാപിച്ചു, ശമനം ലഭിച്ചു എന്നാണ്. അപ്പൊ നമ്മളിവിടെ വെർബിന്റെ അർത്ഥമല്ല നോക്കേണ്ടത്, ഈ പ്രയോഗമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഷഫാഹു അല്ലാഹു എന്നുള്ളതിന്റെ പ്രയോഗമാണ് പഠിപ്പിക്കുന്നത്. ഷഫാന്ന് മാത്രം നമ്മൾ ഫ്രീ ആയിട്ട് നോക്കുമ്പോ എന്ത് അർത്ഥാണ്? അവന് ശമനം പ്രാപിച്ചു എന്നാണ്. പക്ഷെ ശമനം പ്രാപിച്ചു പറയുമ്പോ ഇവിടെ എന്താണ്? ഇവിടെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രയോഗമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്ത്? ഷഫാഹുല്ലാഹു. അതായത് ഒരാൾക്ക് അസുഖമൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഷഫാഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. ഓക്കെ അല്ലേ? ആ മൻ ഹാദിഹി തിഫ്ലത്തു ലതീ മാക്കും. മൻ ഹാദിഹി, ആരാണ് ഇത്? ആ തിഫ്ലത്തു, തിഫ്ലത്ത് പറഞ്ഞാണ് ബേബി, ബേബി, ചെറിയ കുട്ടി, ചെറിയ പെൺകുഞ്ഞ്, ബേബിക്ക് പറയുന്നത്. പെൺകുഞ്ഞ്, ബേബികള്. മൻ ഹാദി തിഫ്ലത്തു, ഈ പെൺകുഞ്ഞ് ആരാണ്? അല്ലത്തീമാക്കും, നിങ്ങളുടെ ഒപ്പമുള്ള. അപ്പൊ ഇവിടെ തിഫ്ലത്ത് അതിനെ കൊണ്ടാണ് ഇവിടെ അല്ലത്തി വന്നത്. മൻ ഹാദി തിഫ്ലത്തു, ഈ പെൺകുഞ്ഞ് ആരാ? അല്ലത്തീമാക്കും, നിങ്ങളുടെ ഒപ്പമുള്ള ഈ പെൺകുഞ്ഞ് ആരാണ്? അപ്പൊ ഇവിടെ നിന്റെ കൂടെ എന്നുള്ളതിന് എങ്ങനെ പറയാ? നിന്റെ കൂടെ, നിന്റെ കൂടെ. അപ്പൊ ഇവിടെ ബഹുവചനാണ്ട് മാക്കും, നിങ്ങളുടെ ഒപ്പമുള്ള ഈ പെൺകുഞ്ഞ് ആരാണ്? അപ്പൊ അഹദുഹും, അവരിൽ ഒരാൾ പറഞ്ഞു. വൺ ഓഫ് ദം സെഡ്, അവരിൽ ഒരാൾ പറഞ്ഞു. സെഡ് എന്നൊന്നുമില്ലല്ലോ കേട്ടോ, ഞാൻ പറയാൻ ഒരു കോൺവെർസേഷൻ അല്ല. അപ്പൊ ഇയ ഉഖ്തുന, അവൾ ആരാണ്? ഇയ ഉഖ്തുന, അവൾ ഉഖ്തുന, ഞങ്ങൾ. ഇവിടെ കണ്ടില്ലേ ഉഖ്തുന, ഇവിടെ നീട്ടി. ഉഖ്തുന ഞങ്ങളുടെ സഹോദരിയാണ്. ബൈത്തുന എന്നൊക്കെ പറഞ്ഞ പോലെ ഉഖ്തുന ഞങ്ങളുടെ സഹോദരിയാണ്. ഉഖ്തുന ഞങ്ങളുടെ സഹോദരി. അടുത്ത ഹാമിദ് ചോദിക്കാണ്, മസ്മുഹ, മസ്മുഹ അവളുടെ പേര് എന്താണ്? വാട്ട് ഈസ് ഹർ നെയിം, അവളുടെ പേര് എന്താണ്? അപ്പൊ എന്താണ്? അഹദുഹും, അവരിൽ ഒരാൾ പറഞ്ഞത് ഇസ്മുഹ, അവളുടെ പേര് ലൈല. ഹർ നെയിം ഈസ് ലൈല, അവളുടെ പേര് എന്താണ്? ലൈല. അപ്പൊ ഈ ലൈല എന്നുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗ നാമമാണ്. അവസാനം നമ്മള് ആ റൗണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന വിചാരിച്ചത് എന്താണ്? ഇത് സ്ത്രീലിംഗം അല്ലാതാവൂല. ലൈല എന്നുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗ നാമാണ്. അവസാനം ഈ യാ പോലുള്ളത് എന്താണ്? നീട്ടാനുള്ള അരിഫാണ്, ലൈല. അടുത്തത് ഹാമിദ്, ഐന ബൈത്തുക്കുമുൽ ജദീദു, ഐന ബൈത്തുക്കുമുൽ ജദീദു, നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? പുതിയ നിങ്ങളുടെ വീടോ? അങ്ങനെയാണ്. പുതിയ നിങ്ങളുടെ വീട് എവിടെയാണോ ചോദിക്കുന്നത്? നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്? നിങ്ങളുടെ പുതിയ വീട് നിങ്ങളുടെ പുതിയ വീട് എവിടെയാണ്?
അപ്പൊ ഇവിടെ എന്താ നടക്കണമെന്ന് പറഞ്ഞേരി, നിങ്ങളൊന്ന് പറഞ്ഞേരി ഇവിടെ എന്താണ് നടക്കുന്നത്. അറബിയിലുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ട് പറയുമ്പോ എങ്ങനെ പറയാം? ഗ്രാമാറ്റിക്കൽ ആയിട്ട് പറയുമ്പോ എന്താ പറയാ? ബൈത്തുക്കും അയിന ബൈത്തുക്കും. ബൈത്തുക്കും എന്നുള്ളത് എന്താണ്? അൽ ജദീദു. നിങ്ങളുടെ വീട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഗ്രാമാറ്റിക്കൽ ആയിട്ട് എങ്ങനെ പറയാം? അതായത് ഇപ്പൊ നിങ്ങൾ ഇലാഫത്ത് ഖിലാഫത്ത് ഇലാഫത്ത് ഉണ്ട്. ബൈത്തുക്കും എന്നുള്ളത് ഇലാഫത്താണ്, നിങ്ങളുടെ വീട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ബൈത്തുക്കുമുൽ ജദീദു അതിനൊന്നായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ട് പറയുമ്പോ എന്താണ്? ബൈത്തുക്കും ജദീദ് അതായത് ഇവിടെ subject ഇത് പഠിച്ച തന്നെയാണോ? സിഫത്ത് മൗസൂഫ് പഠിച്ചില്ലേ? ആ മുബത്തദ ഖബറൊന്നല്ല. എന്ത് സിഫത്ത് മൗസൂഫ് പഠിച്ചില്ലേ? നാത്ത് മൻഊത്ത്, നാമോ നാമവിശേഷണോ. അപ്പൊ നാമോ നാമവിശേഷണം ഏതിലൊക്കെ യോജിച്ചു വരണം? നാത്ത് മൻഊത്ത് പറഞ്ഞ അതായത് സിഫത്ത് മൗസൂഫ്, നാത്ത് മൻഊത്ത് അതന്നെ. നാമോ നാമവിശേഷണോ 4 കാര്യത്തിൽ ഒരുമിച്ച് വരണം. 4 കാര്യത്തിൽ യോജിച്ച് വരണം. അപ്പൊ ഏതൊക്കെ കാര്യ 4 കാര്യം? നമ്പർ, ജെൻഡർ, നമ്പറിൽ യോജിച്ച് വരും. അതായത് അതായത് ബഹുവചനാണോ, സിംഗുലർ ആണോ, പ്ലൂറൽ ആണോ, ഡുവൽ ആണോ നോക്കാം. ഇത് ഈ കാര്യത്തിൽ യോജിച്ച്. പിന്നെ അടുത്ത് എന്താണ്? ജെൻഡർ, ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ നോക്കാം. ഡെഫിനിറ്റ് ആണ് അറിയപ്പെട്ടത്, സ്പെസിഫിക് ആണോ, സ്പെസിഫിക് ഡെഫിനിറ്റ് ആണ് അല്ലുണ്ടോ അല്ലില്ല നോക്കാം. പിന്നെ ജെൻഡർ ഫെമിനിൻ ആണോ മസ്കുലിൻ ആണോ നോക്കാം. പിന്നെ അവസാനത്തെ അടയാളം ഏതാണോ സെയിം ആയിട്ട് വരണം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നാമോ നാമവിശേഷം. അപ്പൊ ഇവിടെ അൽ ജദീദു എന്നാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ ബൈത്തിന് അല്ല ഇല്ലാത്തത്? വന്നുകൊണ്ടാണോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ്? കുന്നുള്ള ഈ ലൊമീർ എന്തൊക്കെയാണ് എന്ത് ചെയ്തിക്കണ്? ഈ നൗണിലേക്ക് എന്ത് ചെയ്ത് ചേർന്ന് വന്ന്, അതായത് ഇലാഫത്ത് ചെയ്ത് വന്ന്. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ അല്ലിടേണ്ട ആവശ്യമില്ല. അതെന്താണ്? ഒരു ലൊമീർ അതായത് മറ്റൊന്ന് ഇതിലേക്ക് നൗണിലേക്ക് ചേർന്ന് വന്നാൽ അതെന്തായി? അത് അറിയപ്പെട്ടതായി, അത് ഡെഫിനിറ്റ് ആയി. അതിൽ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് അല്ലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലാഫത്താണ്. ബൈത്തുക്കും ഈ ലൊമീർ ഈ പ്രോനൗൺ എന്ത് ചെയ്ത് ഇതിലേക്ക് നൗണിലേക്ക് ചേർന്ന് വന്ന് ഇലാഫത്ത് ചെയ്ത് വന്ന്. അപ്പൊ എന്താണ്? ഇവിടെ സ്പെസിഫിക് ആയി നിങ്ങളുടെ വീട് എന്നല്ല. അപ്പൊ സ്പെസിഫൈ ചെയ്തിട്ടല്ലേ നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ വീടെന്ന് ചോദിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ എന്താണ്? അപ്പൊ അതിന്റെ അവിടെ ഇതിന്റെ ആവശ്യമില്ല, അല്ലിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ നാത്തിന്റെ നാമശേഷം നിയമം പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യാ? മറ്റൊന്ന് എന്താണ്? വേറെ ഒന്നിലേക്ക് ചേർന്ന് വന്നത് കൊണ്ട് എന്താണ്? അത് അറിയപ്പെട്ടതായി, അതായത് സ്പെസിഫിക് ആയി, ഡെഫിനിറ്റ് ആയി. അതിനെന്തിന്റെ ആവശ്യമില്ല, അല്ലിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ബൈത്തുക്കുന്നുള്ള ഈ കുന്നുള്ള ലൊമേർ ചേർന്ന് വന്നത് കൊണ്ട് ഇതെന്തായി? ഡെഫിനിറ്റ് ആയി. അതുകൊണ്ട് ഇവിടെ അല്ലിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ അല്ലില്ലാത്തത്. അയിന ബൈത്തുക്കുമുൽ ജദീദ്. പക്ഷെ എന്തിനു വേണം? അതിന്റെ നാമവിശേഷണത്തിന് സിഫത്തിന് എന്ത് വേണം? അല്ല് വേണം. ഇവിടെ അല്ലില്ലാത്തതിന്റെ കാരണം ഈ ലൊമീർ ചേർന്ന് വന്നത് കൊണ്ട്. പക്ഷെ ഇവിടെ അല്ല് വേണം. ഇവിടെ ഓൾറെഡി ഡെഫിനിറ്റ് ആയി. അയിന ബൈത്തുക്കുമുൽ ജദീദു. നിങ്ങളുടെ പുതിയ വീട് എവിടെ? അപ്പൊ എന്താണ്? വൺ ഓഫ് ദ അവര് പറഞ്ഞു ബൈത്തുന. ഒന്ന് മ്യൂട്ട് ആക്കണ. ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ എല്ലാരും. ബൈത്തുന ഞങ്ങളുടെ, ബൈത്തുനൽ ജദീദു ഞങ്ങളുടെ പുതിയ വീട്. അപ്പൊ ഇവിടെ എന്താണ്? നാമോ നാമവിശേഷം. അപ്പൊ ഇവിടെ ബൈത്തുനക്ക് ഈ ഞങ്ങൾ എന്നുള്ള നഹനു എന്നുള്ള ഞങ്ങൾ എന്നുള്ള ഈ ലൊമീർ ചേർന്ന് വന്ന്. അവസാനം കണ്ടില്ല ഞാൻ എന്നുള്ള ലൊമീർ ചേർന്ന് വന്ന്. അപ്പൊ എന്തിന്റെ ആവശ്യമില്ല? ഇവിടെ ഓൾറെഡി ഡെഫിനിറ്റ് ആയി, അറിയപ്പെട്ടതായി. അപ്പൊ ഇവിടെ അല്ലിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ്? ബൈത്തുനൽ ജദീദു ഞങ്ങളുടെ പുതിയ വീട്. കരീബും മിനൽ മത്താറ്. മത്താറ് പറഞ്ഞ എന്താണ്? എയർപോർട്ട്. എയർപോർട്ടിനോട് അടുത്താണ് ഞങ്ങളുടെ പുതിയ വീട്. കരീബുൻ മിനൽ മത്താറി. എയർപോർട്ടിനോട് അടുത്താണ് ഞങ്ങളുടെ പുതിയ വീട്. മത്താറ് പറഞ്ഞാല് ന്യൂ വേർഡ് ആണ്. എയർപോർട്ട്. അടുത്തത് ഹാമിദ്. അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി.
അൻതും നിങ്ങൾ ആണോ ഫിൽ മദ്രസത്തി സാനവിയത്തി സെക്കൻഡറി സ്കൂളിലാണോ നിങ്ങൾ അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ അപ്പൊ എന്താണ് ലാ നഹ്നു ബിൽ ജാമിയ ഞങ്ങൾ എന്താണ് യൂണിവേഴ്സിറ്റി അല്ല ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് ഇത്രയും മതി ട്ടോ അപ്പൊ ഈ കൺഫ്യൂഷൻ ഒക്കെ എല്ലാവർക്കും മാറിയില്ല വേർതിരിച്ച് മനസ്സിലായില്ല ഓരോ ക്രിയയും മനസ്സിലായി. ഇനി ഡൗട്ട് എന്തുണ്ട് ചോദിച്ചോളി ഡൗട്ട് ഉണ്ടേ ചോദിക്കട്ടോ എന്നാ ഡൗട്ടില് നിർത്തല്ലേ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇതാ നിർത്താട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് ഞാനൊരു പ്രൊപ്പോസൽ